അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ക്രിസ്പി ആയിട്ടുള്ളൊരു സമോസ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയണേനെ കേട്ടോ സമോസ ഉണ്ടാക്കാൻ. എന്നാലും നമുക്ക് കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടി വലിയുള്ളി എടുത്തിട്ടുണ്ട്, പട്ടാണി വേവിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കേട്ടോ. നമുക്കിതെല്ലാം കൂടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാ വെജിറ്റബിളും അത്ര അധികം കൊണ്ട് വേവൊന്നും വേണ്ട, കുറച്ചൊന്ന് വെന്താൽ മതി. അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം വെന്താൽ മതി. ഇനി നമുക്ക് പട്ടാണി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പശ തയ്യാറാക്കാം കേട്ടോ. അതിന് മുന്നേ ഞാനിതിലേക്ക് ആവശ്യമായിട്ട് ബീഫുള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫിൻ്റെ സമൂസയാണ് ഉണ്ടാക്കുന്നത്. എന്നും ചിക്കനാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. മോന് പറഞ്ഞ് കുറച്ച് ബീഫിൻ്റെ സമൂസ ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് എടുക്കാൻ ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. സ്പൂണിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പശ തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ട് നമുക്കതിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുക്കുന്നത് സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പശ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.